കബൂലാക്കട്ടെ. ഓരോ ആളുകളുടെയും നിയ്യത്ത് മുറാദ് അള്ളാഹുവിനറിയാം. ഞാൻ എണ്ണി പറയണ്ട, വളരെ പരിമിതമായ മിനിറ്റുകളാണ്. അള്ളാഹു എല്ലാവരുടെയും ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കി കൊടുക്കട്ടെ, പ്രയാസങ്ങൾ കൊടുക്കട്ടെ, രോഗങ്ങൾ ശിഫയായി കൊടുക്കട്ടെ, കച്ചവടത്തിലും തൊഴിലിലും ഒക്കെ ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. അപകടങ്ങളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന്, പെടുന്നതിനുള്ള മരണങ്ങളിൽ നിന്ന്, ശത്രുക്കളിൽ നിന്ന്, വിഷപ്പാമ്പുകളിൽ നിന്ന്, കൊടുങ്കാറ്റിൽ നിന്ന്, മറ്റുള്ള എല്ലാ അപകടങ്ങളിൽ നിന്നും, ബേജാറുള്ള എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും, അസഹ്യമായ എല്ലാ പ്രയാസങ്ങളിലും അള്ളാഹു നമ്മയും അവരെയും അവരോട് ബന്ധപ്പെട്ടവരെയും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ദീർഘമായി സംസാരിക്കുകയല്ല. ഉളുഹിയ്യത്തിന് വേണ്ടി നമ്മൾ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി കാശ് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന സമയം ആയി തുടങ്ങി. അതുകൊണ്ട് ബന്ധപ്പെട്ട ആളുകളൊക്കെ പറ്റുമെങ്കിൽ ഷെയർ ചേരണം എന്ന് പ്രത്യേകമായി ഞാൻ ഉണർത്തുകയാണ്. അല്ലെങ്കിൽ സ്വസ്ഥമായിട്ട് ഓരോ ആളുകൾ അറക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. ഏതായാലും ഏറ്റവും വിലപ്പെട്ട ഒരു സദഖയാണ്. പണ്ഡിതന്മാരിൽ പലരും പറയുന്നത് നിഫാഖിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്ന അമലാണ്, കാപ്പട്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്ന അമലാണ്. ഒരാള് ഉളുഹിയ്യത്തിന്റെ മാംസം വിതരണം ചെയ്യുന്നതിന് പുറമെ അവന് ആടിനറക്കാതെ അല്ലെങ്കിൽ പശുവിനറക്കാതെ അല്ലെങ്കിൽ ഷെയർ ചെയ്യാതെ അതിനുള്ള കാശ് ആ പൈസ സാധുക്കൾക്ക് വിതരണം ചെയ്താൽ ഈ കൂലിട്ടൂല. അത് ഈ നിലയിൽ തന്നെ അമൽ ചെയ്താൽ മാത്രമേ ഈ കൂലിട്ടുള്ളൂ എന്ന് മാത്രമല്ല, അതിന്റെ കാശ് സദഖയായിട്ട് വിതരണം ചെയ്യുന്നതിനേക്കാളും അഭികാമ്യവും കരണീയവും അത്യുത്തമവും അത് മാംസമായിട്ട് ഉളുഹിയ്യത്തായിട്ട് നൽകലാണ് എന്ന് ഫുഖാക്കൾ ഒന്നടങ്കം തർപ്പിച്ചു പറയുക. അത്ര വലിയ അമലാണ്. എന്തുകൊണ്ട്? ഇതിനൊരുപാട് രഹസ്യങ്ങളുണ്ട്. അതിലൊരു രഹസ്യം, ഈ പണി തുടങ്ങിയത് ഉളുഹിയ്യത്ത് എന്ന് പേരിട്ടിട്ടില്ലെങ്കിലും ഈ ബലികർമ്മം തുടങ്ങിയത് മനുഷ്യകുലം തുടങ്ങിയ സമയത്തേ ഉണ്ട്. ആദം നബി അലൈഹി ഇസ്ലാമിന് 2 മക്കളായ ഹാബീൽ ഹാബീൽ. ഞാൻ ചരിത്രം വിശദീകരിക്കില്ല, ജുമുഅക്ക് ശേഷമുള്ള വളരെ വിലപ്പെട്ട പരിമിതമായ സമയമാണ്. അത് പരിഗണിച്ചുകൊണ്ട് സൂചന മാത്രം നൽകുക. ഹാബീൽ ഹാബീൽ തമ്മിലുള്ള സംഭവം നിങ്ങൾക്കറിയുന്നതാണ്. അതായത് ആദം നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് ഹവ്വാവുമ്മ പ്രസവിക്കുകയാണെങ്കിൽ ഒരാണ് ഒരു പെണ്ണ് എന്ന നിലയിലാണ് പ്രസവിച്ചത്. ഒരാണ് ഒരു പെണ്ണ് അങ്ങനെ പ്രസവിക്കും. അതിൽ കല്യാണം നടത്തിയിരുന്നത് ഇപ്പൊ ഇന്നൊരാണും പെണ്ണും പ്രസവിച്ചാൽ പിന്നെ പ്രസവിക്കുന്ന ഒരാണും പെണ്ണും, അതിൽ ഈ ആൺകുട്ടിയെ കൊണ്ട് അതിൽ പ്രസവിച്ച പെൺകുട്ടിയെ കല്യാണം കഴിപ്പിക്കും. അങ്ങനെയാണ് നടത്തിയിരുന്നത്. അതിലുള്ള പെൺകുട്ടി ഈ ആൺകുട്ടിയെ കൊണ്ട്, ഇതിലുള്ള പെൺകുട്ടി ആൺകുട്ടിയെ കൊണ്ട്, ഇങ്ങനെ കല്യാണം കഴിപ്പിക്കും. അപ്പോഴാണ് കാബീലും കൂടെ ഒരു സഹോദരിയും പ്രസവിക്കപ്പെട്ടു, കുഞ്ഞുങ്ങളായി ജനിച്ചു. അപ്പൊ കാബീലിന്റെ കൂടെ ജനിച്ച കുട്ടി, ആ കുട്ടി വിരൂപിയായിരുന്നു, സൗന്ദര്യമില്ലാത്ത പെണ്ണായിരുന്നു. എന്നാൽ ഹാബീലിന്റെ കൂടെ വയറ്റിൽ നിന്ന് പുറത്തു വന്ന പെങ്ങളോ നല്ല സൗന്ദര്യവതിയായിരുന്നു. അതുകൊണ്ട് കാബീൽ വാപ്പയെ സ്വാധീനിക്കാൻ നോക്കി ആദം നബി അലൈഹി സ്വലാം. എന്നിട്ട് പറഞ്ഞു, വാപ്പേ, എന്റെ കൂടെ വന്ന പെങ്ങളെ കല്യാണം കഴിക്കാൻ ഇരിക്കാൻ അവകാശമുള്ളത് ഹാബീലിന്റെ കൂടെ വയറ്റിൽ നിന്ന് വന്നത് ഓളാണ്, അതുകൊണ്ട് ഓളെ കല്യാണം കഴിച്ചോട്ടെ. അപ്പോ ആദം നബി അലൈഹി സ്വലാം പറഞ്ഞു, എന്നോട് പറയാൻ നിൽക്കണ്ട, അള്ളാഹുവിന്റെ തീരുമാനത്തിന് മറികടക്കാൻ പറ്റൂല. അള്ളാഹുവിന്റെ തീരുമാനം അങ്ങനെയല്ല. നിന്റെ കൂടെ പറന്ന പെങ്ങളെ അവൻ കല്യാണം കഴിക്കണം, അവന്റെ കൂടെ പറന്ന പെങ്ങളെ നീയും കല്യാണം കഴിക്കണം എന്ന്. ഇത് സത്യത്തിൽ ഹാബീലിനോട് അസൂയക്ക് കാരണമായി. ഹാബീലിനോട് അസൂയക്ക് കാരണമായി. ആദം നബി അലൈഹി ഇസ്ലാമിനെ പലപ്പോഴും വന്നിട്ട് ഹാബീൽ ഇത് പറഞ്ഞുകൊണ്ട് പ്രയാസപ്പെടുത്തിക്കൊണ്ടിരുന്നു. അപ്പൊ ആദം നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, 2 കൂട്ടരും അള്ളാഹുവിന് വേണ്ടി ഖുർബാൻ നടത്താം. അതിൽ ഹാബീൽ നടത്തിയത് ആടിനെ അറക്കുകയാണ് ചെയ്തത്. കാബീൽ നടത്തിയത് ഒരഭിപ്രായത്തിൽ ആടിനെ അറക്കുകയല്ല, കൃഷിക്കാരനായിരുന്നു. വിളവെടുത്ത കൃഷിയുടെ ഉൽപ്പന്നങ്ങളൊക്കെ പുറത്തേക്ക് വെച്ചുകൊണ്ട് ഇത് അള്ളാഹു സ്വീകരിച്ചു എന്നതിന്റെ സിഗ്നൽ ലക്ഷണമായി വന്നിരുന്നത് ആകാശലോകത്തിൽ നിന്ന് ഒരു വലിയ തീഗോളം പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഏതാണോ സ്വീകരിച്ചത് എന്നതിന്റെ ലക്ഷണമായിട്ട് ആടാണെങ്കിൽ ആട്, അരിയാണെങ്കിൽ അരി, നെല്ലാണെങ്കിൽ നെല്ല്, ഗോതമ്പാണെങ്കിൽ ഗോതമ്പ്, എന്താണോ പുറത്തേക്ക് വെച്ചത്, എന്താണോ സമർപ്പിച്ചത് അത് വന്നിട്ട് കരിക്കുക. അതായിരുന്നു അന്ന് കബൂലിയത്തിന്റെ ലക്ഷണം. കാരണം അന്ന് ഫുഖറാക്കൾ ഉണ്ടായിരുന്നില്ല. ചില ആളുകൾക്ക് തോന്നും, എന്തിനാണ് അത് കരിച്ചു കളഞ്ഞത്, ഫക്കീർമാർക്ക് കൊടുത്തുകൂടെ? അന്ന് ഫുഖറാക്കളില്ല. അപ്പൊ അത് സ്വീകരിച്ചു എന്നതിന്റെ ലക്ഷണമായിട്ട് അള്ളാഹു നൽകിയിരുന്നത് പെട്ടെന്ന് ആകാശലോകത്തിൽ നിന്നൊരു തീനാളം വന്നിട്ട് ഇതാണ് കരിച്ചു പോകും. അങ്ങനെ കാബീലും ഹാബീലും സമർപ്പിച്ചിരുന്ന ഖുർബാനിൽ ആകാശലോകത്തിൽ നിന്ന് തീനാളം ഇറങ്ങിയിട്ട് കരിച്ചത് ഹാബീലിന്റെ അറുക്കപ്പെട്ട മൃഗത്തെയാണ്. അതോടുകൂടി അള്ളാഹുവിന്റെ സ്വീകാര്യത ഹാബീലിലേക്കാണ് എന്ന് മനസ്സിലായി. അത് കാബീലിന്റെ മനസ്സിൽ പ്രയാസമുണ്ടാക്കി, അസൂയ ഉണ്ടാക്കി. അതോടുകൂടി കാബീൽ ഹാബീലിനെ കൊല്ലുകയാണ്. അസൂയ അങ്ങോട്ട് മൂത്ത്
ഇന്നത്തെ കൊലയിൽ ചെന്നെത്തി. ഇന്നത്തെ സകല കൊലകളും അങ്ങനെയാണ്. ഇന്നത്തെ എല്ലാ കൊലകളുടെയും പിറകിൽ രണ്ട് കാരണമാണ്, വിശദീകരിക്കാൻ സമയമില്ല. ഒന്ന് ഹെർസ്, രണ്ട് ഹസദ്. ഇതാണ് ലോകത്ത് മുഴുവനും മുസീബത്ത് ഏൽപ്പിച്ചത്, ലോകത്ത് മുഴുവനും തമ്മാടിത്തരത്തിലേക്ക് നയിച്ചത്, ലോകത്ത് മുഴുവനും ആളുകളെ ശത്രുക്കളാക്കിയത്, ലോകത്ത് ഭൂരിഭാഗം ആളുകളെയും നരകത്തിലെത്തിച്ചത് ഈ രണ്ട് വിഷങ്ങളാണ്. ഒന്ന് ഹെർസ്, മറ്റൊന്ന് ഹസദ്. അത് ആത്മാവിന്റെ മാരകമായ മാറാവ്യാധിയാണ്, രോഗമാണ്, ഏറ്റവും വലിയ ക്യാൻസറാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അതാണ് ആദ്യത്തെ ബലി. ഈ ആടിനെ ആകാശലോകത്തിൽ നിന്ന് തീനാളം കരിച്ചു കളഞ്ഞു എന്നാണ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിനെ അറുക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പന ശിരസ വഹിക്കാൻ എന്നോണം കിടത്തിയ സന്ദർഭത്തിൽ അള്ളാഹു ആ അറവിൽ നിന്ന് ഇബ്രാഹിമേ അത് സദ്ദഖ്ത റുഇയാ, സ്വപ്നത്തിൽ നിർദ്ദേശിക്കപ്പെട്ട കാര്യം നിങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞു, വാസ്തവമാക്കി കഴിഞ്ഞു, ഇനി ആ പ്രവർത്തനത്തിൽ നിന്ന് പിന്തിരിഞ്ഞു ഇബ്രാഹിമേ എന്ന് പറഞ്ഞിട്ട് അള്ളാഹു ഇറക്കി കൊടുത്ത ആടില്ലേ, അത് കാബീൽ അറുത്ത ആട് കരിഞ്ഞിട്ട് നേരെ സ്വർഗത്തിലേക്കാണ് പോയത്. അവിടെ പൂർണ്ണമായ രൂപത്തിൽ ആടെത്തിയിരുന്നു. രണ്ടാമത് ഇബ്രാഹിം നബി ഇസ്ലാമിന് അള്ളാഹു തആല ഇറക്കി കൊടുത്ത ആട് ഈ ആടായിരുന്നു എന്ന് ആരിഫ്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടുന്ന് നമ്മൾ ഏത് മൃഗങ്ങളും എങ്ങനെ പോവുകയാണെങ്കിലും അത് സ്വർഗത്തിൽ നമുക്ക് സീറ്റ് പിടിക്കാൻ നേരത്തെ പോയി എത്തുന്ന മൃഗങ്ങളാണ്. നമ്മളിങ്ങനെയായിരിക്കും, മൃഗം ഇങ്ങനെ പെടയല്ലേ, മൃഗത്തിന്റെ കഴുത്തിൽ കത്തി വെച്ചാൽ പിന്നെ അതിന് വേദന ഒന്നും അങ്ങനെ ഇല്ല. അങ്ങനെ പെടി നോക്കിയിട്ട് വേദന ഉണ്ടെന്ന് പറയണ്ട. അപസ്മാര രോഗികൾ പെടന കണ്ടിട്ടില്ലേ? എന്തെങ്കിലും പോലെ അറിയില്ലല്ലോ. ചിലർക്കൊക്കെ വലിയ പാവങ്ങനെ സ്ഥലം അറുത്തിട്ട് ആ സ്ഥലത്തേക്ക് നോക്കാൻ വയ്യ, കാരണം കാലും കൈയിട്ടിട്ട് പെടിയാണ്, വേദന ഉണ്ടല്ലോ. അത് നിങ്ങൾ ചില മൃഗങ്ങളെ പോത്തുകള് അറുത്ത് കഷ്ണമായി തോലൊക്കെ പിഴുതെടുത്ത് തോലൊക്കെ പറിച്ചെടുത്തിട്ട് അതിന് മാംസം കഷ്ണിച്ച് എന്നിട്ട് കഴുകി രക്തങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് അത് വേവിക്കാൻ വേണ്ടിയിട്ട് ചെമ്പിലിട്ടാലും കത്തുന്നതിന് മുമ്പ് ഇറച്ചി തുടിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലേ? മനസ്സിലായ തൊലിയൊക്കെ കൊണ്ട് പൊളിച്ച് എന്നിട്ട് ഇറച്ചി കഷ്ണാക്കിയിട്ട് ചെമ്പിലിട്ടാലും തുടിച്ചിങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് വേദനയായിട്ട് അല്ല വേദനയായിട്ടാണ്. ഇറച്ചിക്ക് എന്തോ ഒരു വേദന എന്നറിയില്ല പറയും. അപ്പൊ ഈ തുടിക്കുന്ന കണ്ടിട്ടും മറിയുന്ന കണ്ടിട്ടും പാവം മൃഗം വേദന എന്ന് പറയേണ്ട അത് അള്ള ഏറ്റെടുത്തതാണ്. അത് അള്ളാഹു തആല വേദന ഇല്ലാതായിക്കോളും. അപസ്മാര രോഗികൾ കിടന്ന് പഴയുമ്പോ പാവം വേദനയായിട്ട് പെടനെ കണ്ടോ എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവനാണ് ഏറ്റവും വലിയ അപസ്മാര രോഗി. അത് വേദനയായിട്ടല്ല, ഓനെ അറിഞ്ഞിട്ട് കൂടി ഉണ്ടാവില്ല. ഞാൻ അപസ്മാര രോഗികളെ പഠിച്ചത് ഇടക്കിടക്ക് കാണുന്ന ആളും കൂടിയാണ്. ഒരു വേദന അറിഞ്ഞിട്ടുണ്ടാവില്ല, അവരത് അറിയില്ല. എന്നപോലെ മൃഗം പറഞ്ഞോട്ടെ, നിങ്ങൾക്കെന്താ? ഈ മൃഗം നേരെ പോകുന്നത് സ്വർഗത്തിൽ നമുക്ക് സീറ്റ് പിടിക്കാനാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിലേക്കുള്ള മൃഗമാണ്. അതുകൊണ്ടാണ് ഉളുഹിയ്യത്തിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല തേടിയത് സൂറത്തുൽ കൗസറിലാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അഅതൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. ഈ സൂറത്ത് അത്ഭുതകരമായ സൂറത്താണ്. കാരണം ഇവിടെ അള്ളാഹു 4 കാര്യമാണ് പറയുന്നത്. ഒന്ന്, ഈ സൂറത്തിന്റെ നിങ്ങൾക്ക് സമയമുണ്ടോ എന്ന് എനിക്കറിയില്ല, ഒരു മിനിറ്റ്. ഈ സൂറത്തിന്റെ നേരെ മുമ്പുള്ള സൂറത്ത് സൂറത്തുൽ മാഊൻ. സൂറത്തുൽ മാഊൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. أرأيت الذي يكذب بالدين فذلك الذي يدعو اليتيم ولا يحض على طعام المسكين فويل للمصلين الذين هم عن صلاتهم ساهون الذين هم يراءون ويمنعون الماعون. ഈ രണ്ട് സൂറത്ത് ഒന്ന് കാഫിരീങ്ങളുടെ സ്വഭാവം, മറ്റൊന്ന് മുഅ്മിനീങ്ങളുടെ സ്വഭാവം വിശദീകരിക്കുന്ന സൂറത്താണ്. കാഫിരീങ്ങളുടെ സ്വഭാവമായി സൂറത്തുൽ കൗസറിന്റെ നേരെ മുമ്പിലുള്ള സൂറത്തുൽ മഅഊനിൽ അള്ളാഹു പറയുന്നത് 4 സ്വഭാവമാണ്. മുഅ്മിനീങ്ങളുടെ സ്വഭാവമായി സൂറത്തുൽ കൗസറിൽ അള്ളാഹു പറയുന്നത് 4 സ്വഭാവം. ചിന്തിക്കണം. കാഫിരീങ്ങളുടെ സ്വഭാവമായി നിങ്ങൾക്ക് മനസ്സിലാകണില്ലേ? ഞാൻ തന്നെ ചിന്തിച്ചിട്ട് ഞാൻ തന്നെ തുള്ളി പറയാണോ? നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ? കാഫിരീങ്ങളുടെ സ്വഭാവമായി ഇത് ആയത്തെ അർത്ഥം വെക്കല്ല, ഇങ്ങനെ അങ്ങോട്ട് ചിന്തിച്ചു പോകുമ്പോൾ വലിയ രസമാണ്. ഇത് ഞാൻ കണ്ടത് എന്റെ പ്രിയപ്പെട്ട മമ്മക്ക അദ്ദേഹത്തിന്റെ വകയായിട്ട് ഒരുപാട് കിതാബ് എനിക്ക് വാങ്ങിത്തരലുണ്ട്. അല്ലാഹു തആല ഖൈറും ബർക്കത്തും ചെയ്യട്ടെ.
20 മുമ്പ് ഒരുപാട് കിതാബുകൾ പൈസന്റെ അടുത്തില്ലായിട്ടല്ല, പൈസന്റെ അടുത്തുണ്ട്, പക്ഷെ ഇവിടെ കിട്ടാത്ത കിതാബും ഗൾഫിൽ കിട്ടും. അതിന് പുറമെ ഏതായാലും തുടങ്ങിയത് കുറെ മൂപ്പരല്ല, ആ തഫ്സീറിന്റെ ഭാഗമായിട്ട് പൂർത്തിയാക്കട്ടെ എന്ന് മനസ്സിലാക്കിയിട്ട് ഇവിടെ കിട്ടുന്ന ചില കിതാബുകളും അദ്ദേഹത്തിന്റെ കാശുകൊണ്ട് 2 ദിവസം എനിക്ക് വാങ്ങി തന്നു. അല്ലാഹു തആല ഖൈറും ബർക്കത്തും ചെയ്യട്ടെ. അള്ളാനെ കരുതിയിട്ട് പരസ്യമായിട്ട് പറഞ്ഞ ദുആക്കരുത് എന്ന് എന്നോട് അദ്ദേഹം വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഞാൻ സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ട് അള്ളാനെ കരുതിയിട്ട് ഞാൻ മൂപ്പർക്ക് വേണ്ടി ദുആർന്നു കൊടുക്കുകയാണ്. അല്ലാഹു തആല ഖൈറും ബർക്കത്തും ചെയ്യട്ടെ. സ്വീകരിച്ചാലല്ല നടപ്പിലാക്കേണ്ടേ ഉള്ളൂ. ഞാൻ സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ട് അള്ളാനെ കരുതി അല്ലാഹു തആല ഖൈറും ബർക്കത്തും ചെയ്യാൻ വേണ്ടി ഞാൻ ദുആർക്കാം. അല്ലാഹു തആല ഖൈറും ബർക്കത്തും. കാരണം ഇതൊക്കെ അതിനെ പെറുക്കിയെടുത്തിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോ ഇതിൽ നേരെ മുമ്പിൽ ചർച്ച ചെയ്ത സൂറത്തുൽ മാഊൻ, അവിടെ വിശ്വാസികളുടെ 4 ലക്ഷണം, അവിശ്വാസികളുടെ 4 ലക്ഷണം. അതിന്റെ നേരെ പുറത്തുള്ള സൂറത്തുൽ കൗസർ, അവിടെ വിശ്വാസികളുടെ 4 ലക്ഷണം, മൊത്തം 8 ലക്ഷണം. 4 അവിശ്വാസികൾക്ക്, 4 വിശ്വാസികൾക്ക്. അതിൽ അവിശ്വാസികളുടെ പ്രധാനപ്പെട്ട ലക്ഷണമായിട്ട് അള്ളാഹു പറയുന്നത് ദീനിനെ കളവാക്കിയവർ ആരാന്ന് അങ്ങേക്കറിയില്ലേ? എന്ന് പറഞ്ഞാൽ ആന ബഹീൽ, പച്ച പിശുക്കൻ, എ ക്ലാസ് പിശുക്കൻ. അവിശ്വാസിയുടെ ആ സൂറത്തിൽ ചർച്ച ചെയ്ത 1 ലക്ഷണം വലിയ പിശുക്കത്തരം. 2 കാര്യം. 1, യതീം കുട്ടികളെ വരട്ടും, അവർക്ക് ചോദിച്ചേ കൊടുക്കൂല. 2, യതീമുകളെ മാത്രമല്ല, അവർ പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കൂല എന്നല്ല, ഭക്ഷണം കൊടുക്കുന്നതിന് പ്രേരിപ്പിക്കാൻ കൂടിയില്ല. ഇയാൾ കൊടുക്കൂല, വേറെ ഉള്ളവരെ കൊടുക്കാൻ സമ്മതിക്കൂല. അങ്ങനത്തെ കൗമ ആന പിശുക്കൻ. 1. രണ്ടാമത്തെ അവരുടെ ലക്ഷണം പറയുന്ന ആ സൂറത്തിൽ أرأيت الذي يكذب بالدين فذلك الذي يدعو اليتيم ولا يحض على طعام المسكين. 1 ലക്ഷണം ബുഖലിന്റെ 2 ഭാഗം. 1 സ്വയം കൊടുക്കൂല, മറ്റുള്ളവരെ കൊടുക്കാൻ സമ്മതിക്കൂല. പിന്നെ പറഞ്ഞു ഫവൈലുൽ മുസല്ലീൻ الذين هم عن صلاتهم സാഹൂൻ. 2 നിസ്കരിക്കാത്തവർ. 1 പാവങ്ങൾക്ക് ധനം കൊടുക്കാത്തവർ, മാംസം കൊടുക്കാത്തവർ, ഉപകാരങ്ങൾ ചെയ്യാത്തവർ. 2 നിസ്കരിക്കാത്തവർ. 3 അല്ലദീനഹും യുറാഊൻ, അഥവാ ഞാൻ നിസ്കരിക്കുകയാണെങ്കിൽ ജനങ്ങൾ കാണാൻ വേണ്ടി നിസ്കരിക്കുന്ന ആൾക്കാർ. അന്ന് ചില മുശ്രിക്കുകളും യഹൂദികളൊക്കെ മദീന പള്ളിയിൽ വന്നിരുന്നു. മുനാഫിക്കുകൾ മാത്രമല്ല, യഹൂദികൾ മദീന പള്ളിയിൽ വന്നിരുന്നു. എന്ത്? മുസ്ലിമുകളായി ചമഞ്ഞുകൊണ്ട് അവരുടെ കൂടെ സഫിൽ നിസ്കരിക്കും. എന്നിട്ട് ഇവിടുത്തെ രഹസ്യങ്ങളൊക്കെ യഹൂദന്മാർ കൊണ്ടേക്ക് ചോർത്തി കൊടുക്കും. അങ്ങനത്തെ ആളുകൾ മദീനയിൽ ഉണ്ടായിരുന്നു. അപ്പൊ അവര് നിസ്കരിക്കൂല, അഥവാ വരികയാണെങ്കിൽ ജനങ്ങളുടെ ഇടയിൽ നിസ്കരിച്ചു മുസ്ലിമാണെന്ന് പറയാൻ വേണ്ടി വന്നെടുക്കും. 3. 4 വയംനഊനൽ മാഊൻ, ആളുകൾക്കുള്ള പരോപകാര വസ്തുക്കൾ തടയും. അതിൽ പ്രധാനപ്പെട്ടതാണ് മാംസം. അതൊന്നും കൊടുക്കൂല, തടയും. ഈ 4 ലക്ഷണം അവിശ്വാസിയുടെ ലക്ഷണമാണ് എന്ന് ഖുർആൻ പറയും. അതിന്റെ നേരെ പുറത്തെ സൂറത്താണ് സൂറത്തുൽ കൗസർ. അതിൽ അള്ളാഹു പറഞ്ഞത് ഇത് 4നും നേരെ. കാരണം അവിശ്വാസിയുടെ 1 ലക്ഷണം എന്താ പറഞ്ഞേ? ആദ്യത്തെ ലക്ഷണം മറന്നല്ലോ. ആദ്യത്തെ ലക്ഷണം വലിയ പിശുക്കത്തരം. അതിന്റെ നേരെ അള്ളാഹു തആല എതിരായിട്ടൊരു സ്വഭാവം കാണിച്ചു. ഇന്നാ അഅ്തൈനാകൽ കൗസർ ഇന്നാ അഅ്തൈനാകൽ കൗസർ. നബിയെ, നാം തങ്ങൾക്ക് അൽ കൗസർ നൽകിയിരിക്കുന്നു. കാരണം അല്ലാഹുവിന് പിശുക്കത്തരമില്ല. ജൂതന് പിശുക്കത്തരമുണ്ട്, യഹൂദിക്ക് പിശുക്കത്തരമുണ്ട്, മുനാഫിഖിന് പിശുക്കത്തരമുണ്ട്, ഈമാൻ ഉള്ളിൽ തട്ടാത്തവരും പിശുക്കത്തരമുണ്ട്. പക്ഷേ ഖാലിഖായ റബ്ബിന് പിശുക്കത്തരമില്ല. കാരണം തങ്ങൾക്ക് കൗസർ നൽകുമെന്നല്ലായ പറഞ്ഞത്, തങ്ങൾക്ക് അൽ കൗസർ നൽകിയിരിക്കുന്നു. അത് സ്വർഗീയ ലോകത്തിലെ ആ പുഴ മാത്രമല്ല, ആ പ്രത്യേകമായ ഹൗദുൽ കൗസർ മാത്രമല്ല. അൽ കൗസർ എന്ന് പറഞ്ഞാൽ സമ്പത്ത് അതിൽപ്പെട്ടു, സന്താനങ്ങൾ അതിൽപ്പെട്ടു, ആരോഗ്യം അതിൽപ്പെട്ടു, ഈമാൻ അതിൽപ്പെട്ടു, ഖുർആൻ അതിൽപ്പെട്ടു, സൽസ്വഭാവം അതിൽപ്പെട്ടു, സത്യസന്ധത അതിൽപ്പെട്ടു, നല്ല അയൽവാസികൾ അതിൽപ്പെട്ടു, സ്വാലിഹാത്തായ ഭാര്യമാരതിൽപ്പെട്ടു, സ്വാലിഹീങ്ങളായ മക്കളതിൽപ്പെട്ടു, അവിടുത്തെ ഉമ്മത്തിലെ പണ്ഡിതന്മാരതിൽപ്പെട്ടു, മാരിഫത്തിന്റെ ഇൽമതിൽപ്പെട്ടു, ശരീഅത്തിന്റെ ഇൽമതിൽപ്പെട്ടു, എല്ലാ മുഅ്ജിസത്തുകളും അതിൽപ്പെട്ടു, മദീനയിലേക്കുള്ള സഹായം അതിൽപ്പെട്ടു, അല്ലാഹുവിന്റെ റസൂലിന്റെ വിജയം അതിൽപ്പെട്ടു, യുദ്ധത്തിലുള്ള ഗനീമത്തും അതിൽപ്പെട്ടു. എല്ലാം അൽ കൗസർ എന്ന ഡിസ്കിൽ ഒതുങ്ങിയിരിക്കുകയാണ്. കാരണം അല്ലാഹു തരാനുള്ളത് മുഴുവനും അങ്ങേക്ക് നൽകി നബിയെ. അല്ലാഹുവിന് പിശുക്കത്തരമില്ല എന്ന് പറഞ്ഞിട്ട് പിന്നീട് ഖുർആൻ പറയുന്നത്
അതുകൊണ്ട് സ്വല്ലി ലി റബ്ബിക, എന്ത് മനോഹരമാണ്. കാരണം ഇതിന് നേരെ മുമ്പുള്ള സൂറത്തിൽ പറഞ്ഞത് അവർ നിസ്കരിക്കൂല, അപ്പൊ അവിടെ പറഞ്ഞത് ഇപ്പൊ സ്വല്ലിങ്ങൾ നിസ്കരിക്കുക. പിന്നെ അവിടെ പറഞ്ഞത് ഇനി അവര് നിസ്കരിക്കുകയാണെങ്കിൽ യുറാവു, ആളുകളെ കാണിക്കാൻ വേണ്ടി നിസ്കരിക്കുന്ന. അതിനവിടെ മറുപടി ഒരു ലാമിട്ടല്ല പിടിച്ചു, നിങ്ങൾ അങ്ങനെ യുറാവുനാവണ്ട, നിങ്ങൾ ഇല്ലാതെ അള്ളാഹ്ക്ക് വേണ്ടി നിസ്കരിക്കുക. എന്ത് മനോഹരം. ഇനി അവിടെ പറഞ്ഞത് പരോപകാര വസ്തുക്കൾ കൊടുക്കാതെ തടയുന്നവൻ, ഇറച്ചി, കൊട്ടക്കൈല്, മാംസം, വറ്റ്, അടുപ്പ്, അതുപോലെ ഉപ്പുമാവ്, അതുപോലെ ഉപ്പ്, ഇതൊക്കെ അതിൽപ്പെട്ടു. ഒരു മനുഷ്യന്റെ ഉപകാരത്തിനുള്ള സകല വസ്തുക്കൾ അതിൽപ്പെട്ടു. തഫ്സീർ നോക്കിയാൽ അറിയാം. ആ മാവ് അതിൽ പ്രധാനപ്പെട്ട ഒന്ന് തീറ്റയിൽ പ്രധാനപ്പെട്ടത് ഇന്നിപ്പോ അംക്കം പോണ സാധനം തീറ്റയിൽ പ്രധാനപ്പെട്ട എന്തെങ്ങൾക്ക് അറിയാത്തവനും ഉണ്ടാക്കണം. നിങ്ങൾ മനസ്സിൽ വെച്ചിരിക്കുന്ന ഞാനും അതന്നെയല്ലേ. ആകെ അവിടെ വേലയൊക്കെ ഇരിക്കണേ, കഴിഞ്ഞ ഇറച്ചിട്ടെന്നുള്ള ആശ്വാസമല്ലേ, കണ്ട ഇരിക്കുന്നുണ്ടില്ല, തലയും തട്ടിച്ച് ഇതിന്റെയൊക്കെ വയറ്റിൽ നിറയെ എത്ര കിലോ പോകണം നന്നാവാലോ. അപ്പൊ അതാണ് ഇനിയുള്ള ആശ്വാസം, ആ സാധനം അല്ല അങ്ങനെയല്ല. നിങ്ങൾക്ക് മനസ്സിലാണില്ലേ? അത് ഞങ്ങളെ മേലേക്കോളം നിങ്ങളെ ഇടവേണ്ട, മൂപ്പര് അതിനേക്കാളും വലുത് ഇങ്ങോട്ട് ചാമ്പലുണ്ട്. അപ്പൊ ഇടയ്ക്ക് ഒന്നങ്ങോട്ട് മുട്ടണം. നിങ്ങൾക്ക് മനസ്സിലായില്ലോ? ഈ ഇറച്ചിന്റെ കാര്യമല്ല പറഞ്ഞത്. വയംനഊനൽ മാഊൻ, പരോപകാര വസ്തുക്കൾ തടയാ. അതിൽ പ്രധാനപ്പെട്ട ഒന്നേതാ? മാംസം. ഇവിടെ പറഞ്ഞു നിങ്ങൾ അർത്ഥം അങ്ങോട്ട് മാംസം കൊടുത്തോളി. അപ്പോ രണ്ടും ഫരീഖും ഫിൽ ജന്ന ഫരീഖും ഫിൽ സഈർ, സ്വർഗ്ഗം നരകം മാറ്റി വെച്ചു. നരകത്തിലേക്കുള്ള ആളുകളുടെ 4 ലക്ഷണം: ഒന്ന് ചില്ലാനം കൊടുക്കൂല, മാംസം കൊടുക്കൂല, നിസ്കരിക്കൂല, അഥവാ നിസ്കരിച്ചാൽ ആളുകൾ കാണാനായിരിക്കും. സ്വർഗത്തിലേക്കുള്ള ആളുകളുടെ 4 ലക്ഷണം: ഇന്നാത്തൈനാക്കൽ കൗസർ, അത് അള്ളാന്റെ ലക്ഷണം പറയുമ്പോൾ നമ്മളത് അനുകരിക്കണം എന്നതിനർത്ഥം. നബിനോട് പറയാം ഇന്നാത്തൈനാക്കൽ കൗസർ, നമ്മൾ തങ്ങൾക്ക് കൗസർ നൽകിക്കണം കേട്ടോ, അതുകൊണ്ട് നിങ്ങൾ നല്ല കൊടുക്കണം എന്നതിന്റെ അർത്ഥം. അതാണ് അതിന്റെ അർത്ഥം. അപ്പൊ അള്ളാന്റെ സ്വഭാവം നമ്മളിൽ ഉണ്ടാവണം, നല്ലോണം കൊടുക്കണം. ഒന്ന് നിസ്കാരം, 2 റിയായില്ലാത്ത നിസ്കാരം, 3 മാംസം അറുത്ത് കൊടുക്കുക, 4. അതിൽ 4ാമത്തെ കാര്യമാണ് ഉളുഹിയ്യത്ത്. അതുകൊണ്ടാണ് ഇമാമിങ്ങളൊക്കെ പറയുന്നത് ശക്തമായ സുന്നത്താണ്. അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹുവിന് അത് വുജൂബാണെന്ന് അഭിപ്രായമുണ്ട്. സ്വഹാബാക്കളിൽ ചില ആളുകൾ അത് നിർബന്ധമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പ്രബലമായ അഭിപ്രായ പ്രകാരം അത് വുജൂബല്ല, അത് ശക്തമായ സുന്നത്താണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. പെരുന്നാളിന്റെ ദിവസം ഉളുഹിയ്യത്തിന്റെ മാംസം അവകാശികൾക്ക് കൊടുക്കുന്നതിനേക്കാൾ അല്ലാഹുവിലേക്ക് ഇഷ്ടപ്പെട്ട അമലില്ല എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഏത് മൃഗത്തെയാണോ അറുക്കുന്നത്, ആ മൃഗത്തിൽ നിന്ന് രക്തം പുറത്തേക്ക് ചിന്തിയിട്ട് അത് ഭൂപ്രവിശ്യയിൽ സ്പർശിക്കുന്നതിന്റെ മുമ്പേ അല്ലാഹു അമലിനെ സ്വീകരിക്കുന്നതാണെന്ന് നബിയുനാ വഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഈ ലോകത്തൊരു പശുവിനെയും മറുക്കപ്പെടാതിരുന്നാൽ, ഈ ലോകത്തൊരു പോത്തിനെയും മറുക്കപ്പെടാതിരുന്നാൽ, ഈ ലോകത്തൊരു ആടിനെയും മറുക്കപ്പെടാതിരുന്നാൽ, പിന്നെ നമ്മൾ എങ്ങനെയാണ് പച്ചക്കറി കഴിക്കുക? നമ്മൾ എങ്ങനെയാണ് ചീര കഴിക്കുക? നമ്മൾ എങ്ങനെയാണ് ചീര കഴിക്കുക? നമ്മളെങ്ങനെയാണ് മരുന്ന് സസ്യങ്ങളിൽ നിന്നെടുക്കുക? കാരണം ലോകത്തെ എത്ര ആടുകളാണ്, എത്ര പോത്തുകളാണ്, എത്ര പശുക്കളാണ്. ഇവകളൊന്നും ആക്സിഡന്റിൽ പലപ്പോഴും മരിച്ചു പോകുന്നത് കുറവാണ്, യുദ്ധത്തിൽ മരിച്ചു പോകുന്നത് ഇല്ലാത്തതാണ്. ഒരു ഭൂകുലുക്കം ഉണ്ടാകുമ്പോൾ ഇവരൊക്കെ ഓടി രക്ഷപ്പെടുകയാണ്. ഇവർ ക്യാൻസർ പിടിച്ച് മരിക്കുന്നില്ല, അറ്റാക്ക് വന്ന് മരിക്കുന്നില്ല. പിന്നെ എങ്ങനെയാണ് ഇവർ ജീവൻ പോകേണ്ടത്? അത് കഴുത്തിൽ കത്തി വെച്ചുകൊണ്ട് തന്നെയാണ്. അതും പാടില്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് മനുഷ്യ വിഭാഗത്തിന്റെ തീറ്റയ്ക്ക് നേരെ ഓങ്ങുന്ന വാളാണെന്ന് മറക്കണ്ട. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ മരണം കണക്കാക്കിയത് മനുഷ്യന്റെ കയ്യാലെയാണ്. അതുകൊണ്ടാണ് വൻഹർ എന്ന് പറഞ്ഞത്. എന്നാൽ നിങ്ങൾ ചിന്തിക്കണം, മനുഷ്യന്റെ ശരീരത്തെ അല്ലാഹു സൃഷ്ടിച്ചപ്പോൾ അവന്റെ വായയുടെ ആകൃതി പരിശോധിച്ചാൽ, അവന്റെ നാവിന്റെ ആകൃതി പരിശോധിച്ചാൽ, അവന്റെ ചുണ്ടിന്റെ ആകൃതി പരിശോധിച്ചാൽ, ചീരയെയും മാംസത്തെയും തിന്നാൻ പറ്റുന്ന അവസ്ഥയിലാണ് അവന്റെ പ്രകൃതി അല്ലാഹു പടച്ചത്. പ്രത്യേകിച്ച് അവന്റെ പല്ല് പരിശോധിച്ചാൽ,
ചില പല്ലുകൾ കൂർത്തതാണ്, ചില പല്ലുകൾ പരന്നതാണ്. കാരണം പരന്ന പല്ല് വേണം ചെടികൾ കടിക്കാൻ, കൂർത്ത പല്ല് വേണം മാംസം കടിക്കാൻ. രണ്ടും കൂടെ വേണം അരച്ച് ചവച്ചുകൊണ്ട് ഇറക്കാൻ. അവന്റെ കുടലിന്റെ ആകൃതിയും അങ്ങനെയാണ്. എന്നാൽ പുലിയുടെ പല്ലിൽ ഒരു പല്ലും തന്നെ വീതിയുള്ളതല്ല, എല്ലാം കൂർത്ത പല്ലാണ്. കാരണം പുലി ചെടികൾ തിന്നാറില്ല, പുലി ഒരിക്കലും തന്നെ ചീര തിന്നാറില്ല. പുലി തിന്നുന്നത്, സിംഹം തിന്നുന്നത് മാംസമാണ്. എന്നാൽ മാംസവും സസ്യവും മിക്സഡായി തിന്നുന്ന മനുഷ്യന്റെ പല്ലിന് ദന്തമതിൽ കെട്ടിനെ പടച്ചവന് സംവിധാനിച്ചത് രണ്ടും കൂടെ തിന്നാൻ പറ്റുന്ന അവസ്ഥയിലാണെങ്കിൽ ഈ പല്ലിന്റെ ഖാലിഖായ റബ്ബ് തആലയുടെ തീരുമാനമാണ് വൻഹർ എന്നത്. അതുകൊണ്ടാണ് ഇമാമികളൊക്കെയും അത് നിഷ്കരുണ പ്രവർത്തനമായി പരിഗണിച്ചിട്ടില്ല. മനുഷ്യന്റെ ഉപകാരത്തിന് വേണ്ടി ജീവികളെ കൊല്ലാമെന്നത് ഒരു പൊതുതത്വമാണ്. ആ തത്വം ആര് ലംഘിച്ചാലും അസുഖം വന്നാൽ മരുന്ന് ഉപയോഗിക്കാൻ പാടില്ല. കാരണം വൈറസുകളെ കൊല്ലുകയാണ്. വേട്ടയാടാൻ പാടില്ല, പുല്ലുകളെ ചെത്താൻ പാടില്ല, മാംസം കഴിക്കാൻ പാടില്ല. കാരണം ശാസ്ത്രീയ വീക്ഷണം അനുസരിച്ചുകൊണ്ട് തന്നെ ഒരു പച്ചമാങ്ങ പഴുക്കണമെങ്കിൽ ഒരുപാട് ജീവികൾ കണ്ണിന് ഗോചരീഭവിക്കാത്ത ഒരുപാട് അണുക്കൾ അതിൽ പ്രവർത്തിക്കണം എന്നത് ഇന്നത്തെ ശാസ്ത്രമാണ്. ഞാനത് കാണാത്തത് എന്റെ കണ്ണിന്റെ കുഴപ്പമാണ്, നിങ്ങളത് കാണാത്തത് നമ്മുടെ ലൈൻസിന്റെ അയോഗ്യതയാണ്. അത് കാരണത്താൽ അതിൽ ജീവനില്ല എന്ന് പറയാൻ പറ്റൂല. ഒരു പച്ചമാങ്ങ പഴുക്കണമെങ്കിൽ ഒരുപാട് ജീവൻ അതിൽ പ്രവർത്തിക്കണമെങ്കിൽ ആ മാങ്ങ പഴുത്തിട്ട് നമ്മൾ കഴിച്ചങ്ങ് ഇറക്കിയാൽ ഒരു മാങ്ങയിലൂടെ 10,000-കണക്കിന് ജീവനെയാണ് നമ്മൾ കൊന്നൊടുക്കുന്നത് എന്ന് വന്നാൽ മനുഷ്യൻ ജീവൻ കൊല്ലാൻ പാടില്ല എന്ന് പറയുന്ന ആളുകളുടെ വാദം പൊളിഞ്ഞു പോകുന്നതാണ്. ഇസ്ലാമിൽ ഒരിക്കലും തന്നെ കാരുണ്യത്തിനെതിരെ ഒരു തീരുമാനമില്ല. ഇസ്ലാം അത്ര ശാസ്ത്രീയ സുഭദ്രമാണെന്നതിൽ സംശയമില്ല. എന്തുകൊണ്ട് വത്തമ്മത്ത് കലിമത്തു റബ്ബിക സുദ്ഖൻ വഅദലാ. ഗൾഫിൽ നിന്നെന്റെ പ്രിയങ്കരായ സഹോദരന്മാരെന്നോട് വിളിച്ചു പറഞ്ഞിരുന്നു, മൃഗങ്ങളെ അറുക്കുന്നത് കാണുമ്പോൾ ഹൃദയം പടക്കുകയാണ്. അപ്പൊ അത് മനസ്സിലാകുന്ന ബുദ്ധിപരമായ രൂപത്തിൽ നിങ്ങളൊന്ന് പ്രസംഗിക്കണമെന്ന് പറഞ്ഞു. ഒരു പക്ഷേ എന്റെ ഈ പ്രസംഗം അവരും കേൾക്കുന്നുണ്ടായേക്കാം. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയുകയാണ്, അത് ഉളുഹിയ്യത്ത് മാത്രമല്ല, പരിശുദ്ധമായിട്ടുള്ള ദീൻ ഇസ്ലാമിൽ ഏത് ഹുക്മുകളുണ്ടോ ഒന്നും കാരുണ്യത്തിനെതിരല്ല. എന്തുകൊണ്ടിതെല്ലാം പഠിപ്പിച്ചത് റഹ്മാനും റഹീമുമായ അല്ലാഹുവാണ്. അത് ലോകത്തോട് വിളിച്ചു പറഞ്ഞത് ആ റഹ്മാനായ റബ്ബിന്റെ അഹബ്ബുൽ ഖൽഖായ റഹ്മത്തുൽ ലിൽ ആലമീൻ നബിയുനാ മുഹമ്മദ് മുസ്തഫയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടല്ലേ മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉളുഹിയ്യത്ത് അറുക്കാൻ വേണ്ടി കൂർത്തമോർത്ത കത്തി പിടിച്ചപ്പോൾ ഓരോ ഒട്ടകങ്ങളും ഒന്നറുത്താലും യാ റസൂലല്ലാഹ്, എന്നൊന്നറുത്താലും യാ ഹബീബല്ലാഹ് എന്ന രീതിയിൽ ഒട്ടകങ്ങൾ ഓരോന്നോരോന്ന് കുതിച്ചു ചാടി ഓടി വരുന്നു പുണ്യവാളന്റെ പരിശുദ്ധ കരങ്ങളിലേക്ക്. ലോകത്തിന്റെ നേതാവേ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഞാൻ എന്നോട് നിങ്ങളോടും ഉണർത്തട്ടെ, ഈ സ്വർഗീയമായ അമലിന് വേണ്ടി, ഈ നിഫാഖിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്ന അമലിന് വേണ്ടി, ദുനിയാവും ആഖിറവും രക്ഷപ്പെടുന്ന വലിയ അമലിന് വേണ്ടി ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനുള്ള സമയമാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവേ, പറഞ്ഞതും കേട്ടതും കബൂലാക്കണേ അല്ലാ. ഇവിടെ നൽകിയ സംഭാവനകൾ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ, ആകെ സദസ്സിലുള്ള ദുആയാണ് പ്രതീക്ഷയുള്ളത്. ഈ നാട്ടിൽ ഞാൻ എന്റെ ഉമ്മയെ പോലെ സ്നേഹിക്കുന്ന ഒരു പ്രിയപ്പെട്ട സഹോദരി, എന്റെ ജ്യേഷ്ഠനെ പോലെ സ്നേഹിക്കുന്ന ഒരു സഹോദരനുമായി എന്നോട് റെക്കമെൻഡിന് ആവശ്യപ്പെട്ടു 2 ആഴ്ച മുമ്പ്. ഞാനതിന് ഒരു പ്രതികരണവും നടത്തിയില്ല. കാരണം അത് ആളെ അറിയിക്കണ്ട എന്ന് കരുതിയാണ്. പക്ഷെ ഉമ്മയോട് വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, വൈകാതെ വരുന്നതാണ് എന്ന് പറഞ്ഞു. എനിക്ക് പറയാൻ പ്രതീക്ഷയുള്ളത് ഇങ്ങനെയുള്ള സദസ്സാണ്. അന്നത്തെ രാത്രിയിൽ തന്നെ ആയിരങ്ങൾ ഒരുമിച്ച് കൂടിയ സദസ്സിൽ വെച്ചുകൊണ്ട് പിറ്റേന്നത്തെ രാത്രിയിൽ ഞാൻ ദുആ ചെയ്തു. 2ാമത്തെ ദിവസം വരാതെയും വിളിക്കാതെയും മാറി നിന്ന സുഹൃത്ത് വീട്ടിലെത്തി. അത് സദസ്സിലെ മജ്‌ലിസിന്റെ
എന്റെ ദുആയുടെ ഇജാബത്താണ്. മിനിഞ്ഞാന്ന് ഞാൻ വാതിന് കണ്ണൂരിലേക്ക് നാദാപുരത്തേക്ക് പോകുമ്പോൾ എല്ലാ ആഴ്ചയിലും ഈ സദസ്സിൽ മുടങ്ങാതെ പങ്കെടുക്കുന്ന ഒരു സുഹൃത്തുണ്ട്, ഫൈസൽ എന്നാണ് പേര്. ഇവിടെ ഒന്നുമല്ല, പൊന്നാനിയിലുമല്ല. അദ്ദേഹത്തിന്റെ എവിടെ ഫൈസലിന്റെ നാട്? ഇവിടെ ഞാൻ മറന്നു. ഒരു ഫൈസലുണ്ടല്ലോ എല്ലാ ആഴ്ചയും അവനും കേൾക്കുണ്ടാവൂത്. അതുകൊണ്ട് എവിടെ പൊന്നാനി? അവിടെ അല്ല, അവിടെ എല്ലാ ആഴ്ചയും പങ്കെടുക്കുന്നു മാത്രമല്ല, എന്റെ കുടുംബത്തിൽ നിന്ന് പോലും ഒരാളിനെ ഞങ്ങൾ സ്നേഹിക്കുന്നുണ്ടോ ഉണ്ടാവാം. പക്ഷെ ഫൈസൽ എന്ന് പറഞ്ഞാൽ സ്നേഹം കൂടിയിട്ട് മനുഷ്യന് മുമ്പിൽ നിന്നിട്ട് മുണ്ടാതിരിക്കുന്നതാണ്. സ്നേഹം കൂടിയിട്ടുണ്ടല്ലോ ഒരു മുണ്ടാതിരിക്കുന്നത്. എന്തെങ്കിലും പറഞ്ഞാൽ പിന്നാണ് കാര്യം. എന്നിട്ട് പറയും നിങ്ങൾ അത്ര സ്നേഹമാണെന്ന് പറയും. അത് ശരിയാണ്, വെറുതെ ഇങ്ങനെ പറയണ്ടാക്കാൻ ശരിയാണ്. ആ ഫൈസൽ മിഞ്ഞാന്ന് ഞാൻ അങ്ങനെ പോകുമ്പോ എനിക്ക് വിളിച്ചിട്ട് സൗദിയിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, അവന്റെ ഭാര്യ അവിടെ ഉണ്ട്, അവിടെ ഡോക്ടറാണ്, ഭാര്യ അവിടെ ഒരു ഹോസ്പിറ്റലാണ്. ഓൻ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ എനിക്ക് നിൽക്കാൻ കഴിയണില്ല, ഉറങ്ങാനും കഴിയണില്ല. എന്തെന്ന് വെച്ചു, ഭാര്യന്റെ വയറ്റിൽ മാരക രോഗം, ക്യാൻസർ ആണെന്ന് ഡോക്ടർ പറഞ്ഞു. കിഡ്നിക്ക് ബാധിച്ചു, ലിവറിന് ബാധിച്ചു. എന്റെ കുടുംബത്തിന്റെ ഭാര്യ ഇല്ലാതെ ഇരിക്കാരാ എന്ന് പറഞ്ഞിട്ട് പൊട്ടിക്കറിയാം. അപ്പൊ ഞാൻ പറഞ്ഞു, ഫൈസലജി ഹറമിലല്ല ഉള്ളത്, ഒരു കാര്യം ചെയ്യും, ഞാൻ നാദാപുരത്ത് പോവാണ്, അവിടുന്ന് ദ്വാരക്ക. 2 ദിവസം കഴിഞ്ഞിട്ട് പരിശോധിച്ചു, ഒന്നും ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞു പോയി. എന്ത് ചെയ്യണം? മനുഷ്യന്റെ വായനാണ്ട് വീണുപോയി. വീണപ്പന്റെ കാലം കഴിയുമ്പോൾ പറഞ്ഞ പിന്നെ ഉത്തരവാദിത്തം ഉണ്ടല്ലോ. നാദാപുരത്ത് നന്നായിട്ട് അങ്ങോട്ട് ദ്വാരുന്നു. ഒരുപാട് ആളുകൾ, ഒരുപാട് പെണ്ണുങ്ങൾ ആമീൻ പറഞ്ഞു. ഇന്നലെ അവൻ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, അത്ഭുതം ദോസ്തായ, ഡോക്ടർ ഞെട്ടിയിട്ടുണ്ട്, ഇപ്പൊ പരിശോധനയിൽ അങ്ങനെ ഒരു വൈറസ് തന്നെ ഇല്ല എന്ന് പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായി സലാമത്തായി കൊടുക്കട്ടെ. നമ്മളെ സദസ്സുണ്ടെങ്കിൽ ഒരു പേടിമാണ്. ഒറ്റക്ക് ദ്വാരനായി കിട്ടും, എല്ലാം കിട്ടുന്നല്ല ഈ പറയുന്നത്. തരുന്നത് അള്ളാഹ്. ചിലത് നമ്മൾ ചോദിച്ചതുപോലെ കിട്ടും, ചിലത് കിട്ടാതിരിക്കലായിരിക്കും ഉത്തരം. ചിലത് നമ്മൾ ചോദിച്ചത് തരാതിരിക്കലായിരിക്കും അതിനുള്ള ഇജാബത്ത്. അതൊക്കെ പണ്ഡിതന്മാർ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. ചിലത് അള്ളാഹ് ഇഖ്ലാസോടെ ചോദിക്കുമ്പോ പെട്ടെന്ന് കൊടുക്കൂല. ചോദ്യം ദീർഘിപ്പിക്കുന്ന അള്ളാഹ്ക്ക് വലിയ ഇഷ്ടമാണ്. നമ്മൾക്ക് നേരെ, നമ്മളിപ്പോ പ്രാവശ്യം ഒരാൾ ഒരു കാര്യം ചോദിച്ചു, പിന്നെ 1000 രൂപ തരാ, പിന്നെ നടന്നിട്ട് 1000 രൂപ തരാ, ക്ഷമിക്കും, പിന്നെ നല്ല നേരെ അള്ളാഹ്ക്ക് എത്ര കണ്ട് ചോദ്യം കൂടുന്നു അതിനനുസരിച്ച് ഇഷ്ടമാണ്. അതിനുള്ള ചിലപ്പോ 1-2 കൊല്ലം ചോദിച്ചോ കൊടുത്തില്ല, ചോദ്യം ആവർത്തിക്കാൻ. അതാണ് കൊടുത്താൽ പിന്നെ ആ ചോദ്യം ഉണ്ടാവില്ലല്ലോ. അതങ്ങനെ കൊടുത്താൽ പിന്നെ ആ ദ്വാ ഉണ്ടാവും. അതിന് ചിലപ്പോൾ ചില ആളുകൾക്ക് അല്ലാഹു തആല 15 കൊല്ലം കഴിഞ്ഞിട്ട് മക്കളെ കൊടുക്കും, ചിലർക്ക് 20 കൊല്ലം കഴിഞ്ഞിട്ട് മക്കളെ കൊടുക്കും. 20 കൊല്ലം ദ്വാരക്കട്ടെ. ചിലർക്ക് മക്കളെ കൊടുക്കൂല, കാരണം ജീവിതം മൊത്തം മക്കൾക്ക് വേണ്ടി ദ്വാരക്കട്ടെ. എന്നിട്ടോ ആഖിറത്ത് കണ്ടു വന്നാൽ അവിടുന്ന് കുറെ മക്കളെങ്ങനെ നിർത്തിയിട്ട് അല്ലാഹു പറയും, നിങ്ങളെ മക്കളെ തരണേ ദ്വാരനീനില്ലേ, നിങ്ങളെന്താ മനസ്സിലാക്കി? ഈ ദ്വാരക്കുമ്പോ ഞാൻ കേട്ടിട്ടില്ലാണോ? ഞാനതൊക്കെ കേട്ട് പിടിച്ചു നിൽക്കായിരുന്നു. എന്റെ മക്കൾ സ്വർഗത്തിൽ കുറെ മക്കളാണ്. അപ്പൊ ഇയാള് പറയും, എനിക്ക് കുറച്ചും കൂടി കാലം ജീവിച്ചിട്ട് മക്കളെ തരണേന്ന് ദ്വാരന്നിട്ട് ഒരു മക്കളില്ലാതെ മരിച്ചു പോയാൽ മതിയായിരുന്നു, ഞാൻ കുറച്ചും കൂടി കുട്ടികളെ കിട്ടിയിരുന്നല്ലോ. ആ ചോദിച്ചതിന് കണക്കനുസരിച്ചുള്ള മക്കളെ കൊടുക്കും. ആവോജിക്കപ്പോ അങ്ങനെ കൊടുത്തിട്ടുണ്ടാവും, ആ കൂട്ടത്തിൽ അള്ള പൊരുത്തപ്പെട്ടത് ഉണ്ടാവും. അപ്പൊ ദ്വാക്ക് ഉത്തരണ്ട്. പക്ഷെ നമ്മൾ കരുതിയ രൂപമുണ്ട്, അങ്ങനെ തന്നെ കിട്ടണമെന്ന് കരുതരുത്. അത് വെറുതെ നമ്മൾക്ക് പറയാം, മറ്റന്നാൾ ലൈസൻസ് കിട്ടണേ, അപ്പൊ മറ്റന്നാൾ തന്നെ കിട്ടണം. അള്ളാഹു സ്വീകരിക്കും. പക്ഷെ മറ്റന്നാൾ ലൈസൻസ് ഓന് കൊടുത്ത അള്ളാഹ്ക്കറിയാം അവന് പക്വത കുറച്ച് കുറവാണ്. പിന്നെ വണ്ടി കിട്ടിയാൽ 120 സ്പീഡിൽ കുറഞ്ഞ പരിപാടി വണ്ടിയില്ല. അപ്പൊ അതിന് കിട്ടിയ നേരെ പോയിട്ട് തമിഴോരമൊക്കെ ജാമായിട്ട് ആള് മരിച്ചു എന്ന് അള്ളാഹ്ക്കറിയാം. അപ്പൊ അള്ളാഹു തആല ഓന് പക്വത വരുന്ന കാലം വരെ ലൈസൻസ് നീട്ടിവെക്കും. ഈ ചോദിച്ചതിന് തന്നെയാണ് കാരണം. പക്ഷെ 3 കൊല്ലം കഴിഞ്ഞു മാത്രം. അത് അതിന് ഉത്തരം 3 കൊല്ലം കഴിഞ്ഞിട്ട് കൊടുക്കലാണ്. അവൻ ചോദിച്ചതുപോലെ അടുത്ത ടെസ്റ്റിംഗിൽ കൊടുത്താൽ കിട്ടും, പക്ഷെ നേരെ മൗത്താവും. അതുകൊണ്ട് അള്ളാഹു തആല നീട്ടിവെച്ചു. അങ്ങനെ പലതുണ്ട്. ദുആക്ക് ഉത്തരം റെഡിയാണ്, പക്ഷെ നമ്മൾ മനസ്സിലാക്കിയതുപോലെ ആയിക്കൊള്ളണമെന്നില്ല. എന്നാൽ ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന സ്വാലിഹ്യങ്ങളിൽ അള്ളാഹു നമ്മളൊക്കെ കൊടുത്തട്ടെ. ഇവിടെ നൽകിയതൊക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ. ഒരുപാട് നൽകാൻ സാമ്പത്തിക സ്രോതസ് ഹലാലായിട്ട് അള്ളാഹു നമുക്ക് നൽകട്ടെ. ഇവിടെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് ദുആ കൊണ്ട് രക്ഷപ്പെട്ടവർ. ഞങ്ങനെ നിന്ന് നോക്കിയ കാണേണ്ട ഒരു സുഹൃത്തിന്റെ പേര് ഞാൻ പറയുന്നില്ല. അദ്ദേഹത്തിന്റെ ഭാര്യയെ കൊണ്ട് കഷ്ടപ്പെട്ട് വലിയ മാരക രോഗമായി. സത്യത്തിൽ ഞാൻ എന്റെ സ്വകാര്യതയിൽ അദ്ദേഹത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എന്റെ ഹൃദയം നൊമ്പരപ്പെടലുണ്ട്. ഒരിക്കൽ അദ്ദേഹം എന്റെ റൂമിൽ വന്നു. ഇവിടെ ഇരിക്കുന്നുണ്ട്, എന്റെ വാള് കേട്ടിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട് ആള്. എന്റെ വളരെ പ്രിയപ്പെട്ട സുഹൃത്താണ്. എന്റെ റൂമിൽ വന്നിട്ട് തോളത്ത് കിടന്നിട്ട് പൊട്ടി കരഞ്ഞു. സാറേ, സഹിക്കാവുന്നതിലപ്പുറം സഹിച്ചു എന്ന് പറഞ്ഞു. എന്റെ മനസ്സ് വല്ലാതെ ഒരുങ്ങി. അവിടുന്ന് അദ്ദേഹത്തിനെ കുറെ ആശ്വസിപ്പിച്ചു. ഞാൻ പറഞ്ഞു,
ഇൻഷാ അല്ലാഹ് നിങ്ങൾ നന്നായിട്ട് ദ്വാരുന്നോളി. ഞാനും ദ്വാരക്കാന്ന് പറഞ്ഞു. ഒരുപാട് മജ്‌ലിസുകളിൽ ദ്വാരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ മാരക രോഗിണിയായിരുന്നു. ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോ, അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് ഒരു പെണ്ണ് പോകുമ്പോ ഞാൻ ഒരു വീട്ടിൽ കയറി പോകുന്ന സ്വഭാവക്കാരനൊന്നുമല്ല. പക്ഷെ അദ്ദേഹത്തിന്റെ വീട്ടിൽ സുബഹിക്ക് പോയി ചായ കുടിച്ച് ദ്വാരുന്നു. ഭാര്യയെ കണ്ട് ആസ്വദിപ്പിച്ചു. ഒരുപാട് അദ്ദേഹം കഷ്ടപ്പെട്ടു, ലക്ഷങ്ങൾ ചെലവഴിച്ചു, ഒരുപാട് പ്രയാസപ്പെട്ടു. പക്ഷെ രോഗമൊക്കെ മാറി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. ഇത് നമ്മുടെ ആരും പവറല്ല. ഓരോരുത്തർ ദ്വാരുന്നാലും അല്ലാഹു സ്വീകരിക്കും. എനിക്ക് സദസ്സ് വലിയ ധൈര്യമാണ്. കാരണം ഒറ്റയ്ക്ക് ദ്വാരുന്നാൽപ്പം കിട്ടൂല. കാരണം നമ്മളും അങ്ങനെയാണല്ലോ. നിങ്ങളെല്ലാരും കൂടിയാണ് ഉപയോഗപ്പെടുത്തിയിട്ട് നിങ്ങളൊക്കെ കൂടി ആമേനാണ് പറയുമ്പോ അത് അല്ലാഹു സ്വീകരിക്കുന്ന ഒരു ഉറപ്പുള്ള ആളാണ് ഞാൻ. അതുകൊണ്ട് അല്ലാഹു നമ്മളെ ഇവിടെ നൽകിയ എല്ലാ സദഖയും സ്വീകരിക്കട്ടെ, ഹൈറും ബർക്കത്തും ചെയ്യട്ടെ, രോഗങ്ങൾക്ക് ശിഫയാക്കി കൊടുക്കട്ടെ. ദർസിന് വേണ്ടി ഉള്ളിൽ നിന്നും പുറത്തു നിന്നും വ്യക്തമായും വ്യംഗ്യമായും വലുതായും ചെറുതായും സഹകരിക്കുന്ന സഹായിക്കുന്ന ഈ നാട്ടിലുള്ളവരും പുറത്തുള്ളവരും, പുറത്തുനിന്നൊന്നും ഒരു പൈസ നമ്മൾ ആഗ്രഹിക്കുന്നില്ല, എവിടുന്ന് പിരിക്കലില്ല. പക്ഷെ മനസ്സറിഞ്ഞിട്ട് പിടിച്ചോളി എന്നിട്ട് ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. ആ കൂട്ടത്തിൽപ്പെട്ടാണ് എന്റെ പ്രിയപ്പെട്ട ഇല്യാസൊക്കെ. പുറത്തുനിന്ന് ഒരുപാട്. അതുപോലെ ബാംഗ്ലൂരിൽ വെച്ചുകൊണ്ട് പ്രിയപ്പെട്ട ഉമർ 3 ദിവസം വന്നിട്ട് എന്നോട് ഒരു 10,000 വേറുണ്ട് എന്ന് പറഞ്ഞു. അല്ലാഹു തആല ഖൈറും ബർക്കത്തും ചെയ്യട്ടെ. ആരും ബോധ്യപ്പെടുത്താനോ ആരുടെങ്കിലും തൃപ്തിത്താനോ വേണ്ട. ഇവിടെ ദർസ് നടക്കുന്നത് അള്ളാന്റെ പൊരുത്തത്തിന് വേണ്ടിയാണ്. അതുകൊണ്ട് അതിന് സംഭാവന നൽകിയാൽ അള്ളാഹു സ്വീകരിക്കും. ഇൽമിന് വേണ്ടി കൊടുക്കുന്ന എല്ലാ സംഭാവനയും അള്ളാഹു സ്വീകരിക്കും. ആ കൂട്ടത്തിൽ അവരുടെ നമ്മളുടെ സദഖ അള്ളാഹു സ്വീകരിക്കട്ടെ. ഇൽമിന് വേണ്ടി സഹായിക്കുന്നവരെ അള്ളാഹു സഹായിക്കട്ടെ. ദീനിനെ സഹായിക്കുന്നവരെ അള്ളാഹു സഹായിക്കട്ടെ. അള്ളാന്റെ പൊരുത്തത്തിന് വേണ്ടി ഒരുപാട് കാലം ഇഖ്ലാസോട് കൂടി ദഅവത്ത് നടത്താൻ, അമൽ ചെയ്യാൻ, ഇൽമിന്റെ വക്താവും പ്രയോക്താവുമാവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ആഫത്ത് മുസീബത്തുകളിൽ നിന്നും കടക്കണികളിൽ നിന്നും ചതിപ്രയോഗങ്ങളിൽ നിന്നും തെളിഞ്ഞും ഒളിഞ്ഞുമുള്ള ഹസദുകളിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം തുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. നമ്മുടെ മരിച്ചുപോയ മുഴുവൻ ആളുകൾ, പ്രത്യേകിച്ച് പള്ളിയുടെ ചുറ്റുഭാഗത്ത് മരിച്ചു കിടക്കുന്ന എന്റെ പ്രിയപ്പെട്ട പാവച്ചടക്കുള്ള മുഅ്മിനുകൾ മുഅ്മിനാത്തുകൾ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്ത് നൽകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം തുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ഇന്ന് വളരെ പാവപ്പെട്ട ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ നമ്മളെ ദർസിൽ 64 വയസ്സുള്ള ഒരാൾ പഠിക്കുന്നുണ്ട്. നമ്മുടെ ദർസിൽ 64 വയസ്സുള്ള ഒരാൾ പഠിക്കുന്നുണ്ട്. പക്ഷേ ഇസ്ലാമിന്റെ പുണ്യമായ പ്രകാശ തീരത്തേക്ക് അണയാൻ ആ കുടുംബത്തിൽ നിന്ന് ഭാഗ്യം കിട്ടിയത് അദ്ദേഹത്തിന് മാത്രമാണ്. എന്റെ പ്രസംഗം കേട്ടിട്ടൊന്നുമല്ല, നേരത്തെ ഇസ്ലാമിലേക്ക് വന്ന ആളാണ്. അദ്ദേഹത്തിന് ഈമാനോട് കൂടി മരിക്കുക എന്നല്ലാത്ത വേറൊരു ലക്ഷ്യമില്ല. ആയിരിക്കുന്ന ആളാണ്. ഇനി ഈമാനോടെ മരിക്കുക എന്നല്ലാത്ത വേറൊരു ലക്ഷ്യമില്ല. കല്യാണം കഴിക്കാൻ ആൾക്ക് ആഗ്രഹമില്ല, പറമ്പിനാൾക്ക് ആഗ്രഹമില്ല, വീടിനാൾക്ക് ആഗ്രഹമില്ല. ആൾക്കിങ്ങനെ അമല് ചെയ്ത് ദിക്ർ ചൊല്ലി സലാത്ത് ചൊല്ലി ഒരു കളങ്കരഹിതമായ ജീവിതം, കപടനല്ല, ഉള്ളിൽ വേറെ ഒന്നുമില്ല, അല്ലാഹുവിനുള്ള ഓർമ്മയിൽ ജീവിച്ച് ഇബാദത്ത് ചെയ്ത് ഇനി അങ്ങനാണ്ട് മരിക്കണം. അതിനിടയിൽ ആൾക്ക് ഒരുപാട് ചെലവുകളുണ്ട്. പലതും ഞാനും ഷരീഫൊക്കെ അങ്ങനെ നികത്തി പോകലാണ്, പലതൊക്കെ ചെയ്തു കൊടുക്കലാണ്. പക്ഷെ ഒരു വലിയ സംഖ്യയുടെ ചെലവ് വൈകാതെ അദ്ദേഹത്തിന് വരുന്നുണ്ട്. ഞങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് കൊടുക്കും. കൂട്ടത്തിൽ നിങ്ങളെന്ന് ഞങ്ങൾക്കും കൂലിയിട്ടുമല്ലോ. അതുകൊണ്ട് ഇന്ന് അദ്ദേഹത്തിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ്. പറ്റുന്ന ആളുകളൊക്കെ നമ്മുടെ ഇസ്ലാമിലേക്ക് കടന്നു വന്ന നല്ല പ്രഭാഷകനാണ്, നല്ല നോളജുള്ള, നല്ല ചിന്തകനാണ്, നല്ല വിദ്യാസമ്പന്നനാണ്. എല്ലാം അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ അദ്ദേഹം മാത്രം എല്ലാ ആക്ഷേപങ്ങളെ അവഗണിച്ചുകൊണ്ട് ഇതിൽ ഉറച്ചിക്കുക. അതുകൊണ്ട് ഞാൻ ഏറ്റെടുത്തതാണ്. ഒരു വലിയ ഭാഗ്യമാണ് ഒരാളെ ചാരി നിന്നിട്ട് അവർക്ക് തണൽ കൊടുക്കാൻ പറ്റുക എന്നുള്ള വലിയൊരു ഭാഗ്യമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് പറ്റുന്ന എന്തെങ്കിലുമൊക്കെ ചെയ്ത് തന്നാൽ നിങ്ങൾക്കും കൂലിയിട്ടും. ചില വലിയ ചെലവുകളൊക്കെ അദ്ദേഹത്തിന് വരുന്നുണ്ട്. അതുകൊണ്ടാണ് അത് കല്യാണം കഴിക്കാനോ പുരണ്ടാക്കാനോ ഒന്നുമല്ല കേട്ടോ. അത് ചിന്തിക്കണ്ട. എന്നോട് സ്വകാര്യം ചോദിക്കുന്ന ആളോട് ഞാൻ പറഞ്ഞുതരാം. അദ്ദേഹത്തിന് ഒരു രോഗമുണ്ട്, അത് പിന്നെ ഡോക്ടറെ കണ്ടിരുന്നു, ചിലപ്പോൾ ഒരു ഓപ്പറേഷൻ വേണ്ടി വരും. അതല്ലാതെ അദ്ദേഹത്തിന്റെ സ്വന്തം നാട്ടിൽ വെച്ചുകൊണ്ട് ചില പ്രത്യേകമായ 1-2 കാര്യങ്ങൾ അദ്ദേഹത്തിന് ചെയ്തു തീർക്കാൻ ഒരു 6,000 ഉറുപ്പിയോളം അതിനും വരും. ഇതിനൊക്കെ കൂടി ചില ചെലവുകളുണ്ട്. നിങ്ങൾ ആരും തന്നിട്ടില്ലെങ്കിലും കാര്യങ്ങളൊക്കെ ഭംഗിയാവുന്ന എനിക്ക് ഉറപ്പാണ്. എന്നാൽ നിങ്ങൾ തന്നെ അങ്ങ് കൂലിയിട്ടുമല്ലോ.